മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഇത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ട്രാക്കിംഗ്, സ്റ്റോക്കിംഗ് അതല്ല. അവരാദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോലും ഇനി പോകുന്നേ ഉള്ളൂ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോയിട്ട് ബാലറ്റ് പേപ്പർ പോലും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ പിന്നെ ഇലക്ഷൻ്റെ A to Z ഇങ്ങനെ പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ആദ്യം ഉണ്ടാക്കി. മാനിപ്പുലേഷൻ, ഹാക്കിംഗ് ഒന്നും ഇറ്റ്സ് ഇമ്പോസിബിൾ, ക്വൈറ്റ് ഇമ്പോസിബിൾ. അത് അത്രയും സെക്യൂരിറ്റി എൻഷുർ ചെയ്തിട്ടാണ് ചെയ്താക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിന്യാസത്തിനും അവയുടെ നീക്കം നിരീക്ഷിക്കാനുമായി പ്രത്യേക ട്രാക്ടർ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുകയാണ് 2 വിദ്യാർത്ഥികൾ. ചെന്നൈ SRM സർവകലാശാലയിലെ BTech കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ആഷിൻ സി അനിൽ, ജസ്വിൻ സൺസി എന്നിവരാണ് EVM ഇൻവെന്ററി ആൻഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. സമയമെടുക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ സോഫ്റ്റ്വെയറിലൂടെ എളുപ്പത്തിൽ ചെയ്യാനാവും. EVMന്റെ സുതാര്യത വർദ്ധിപ്പിക്കാനും സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM കൺസൾട്ടന്റ് L സൂര്യനാരായണന്റെ മേൽനോട്ടത്തിലായിരുന്നു വിദ്യാർത്ഥികൾ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. നിരവധി പരിശോധനകൾക്കൊടുവിൽ സോഫ്റ്റ്വെയർ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു കഴിഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ നിർവഹിച്ചു. കൗണ്ടിങ്ങിന് വേറെ സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഡെവലപ്പ് ചെയ്തിരുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ. കൗണ്ടിങ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ട്രാക്കിംഗ്, സ്റ്റോക്കിംഗ് അതല്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അക്കൗണ്ടുകൾ ഇപ്പം നിലവിൽ സൂക്ഷിച്ചിരുന്നത് പല ജില്ലകളിലും വെയർഹൗസ് വൈസ് ആയിരുന്നു. അപ്പോൾ അത് കമ്പൈൽ ചെയ്തിട്ട് നമുക്കൊരു കൺസോളിഡേറ്റഡ് ഡാറ്റാബേസ് ഉണ്ടാക്കണം. അതിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യണം എന്ന് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. പിന്നെ അത് പ്രാക്ടിക്കലായില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ അത് അങ്ങനെ ഹെൽഡപ്പായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് ആഷിൻ സി അനിൽ. അപ്പോൾ ഇവൻ ചെന്നൈ SRM കോളേജിൽ പഠിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ജസ്മിൻ കൂടെ ചേർന്നിട്ട് ഇവർ ഇപ്പോൾ ഹാക്കത്തോണിന് പോയി കുറച്ച് ഹാക്കത്തോൺ അവാർഡുകൾ കിട്ടി. പിന്നെ ചെന്നൈ IITയിൽ അവർ BS കോഴ്സ് പാരലായിട്ട് ചെയ്യുന്നുണ്ട്. റെയിൽവേസിലൊരു ഇൻറ്റേൺഷിപ്പിന് കിട്ടി. അപ്പോൾ ഇവർ കുറേ പ്രോജക്ട്സ് ഇങ്ങനെ ചെയ്ത് ഒരു കുറച്ച് കാലിബറുള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഈ ആവശ്യം കമ്മീഷനിൽ ചോദിക്കാതെ തന്നെ ആദ്യം ഇവരോട് ചോദിച്ചു. ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ, അതായത് EVM ഒന്ന് ട്രാക്ക് ചെയ്യണം. അതിൻ്റെ പിന്നെ ആദ്യം പറയുമ്പോൾ ഇത് മൊത്തം പറഞ്ഞാൽ ഇവർ പേടിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രം, ഒരു സ്കെലിട്ടൺ മാത്രം അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ചെയ്യാമെന്നും പറഞ്ഞു. പിന്നീട് ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് ഇങ്ങനെ സൂചിപ്പിച്ചു, സാർ ഇങ്ങനെ 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ സോഫ്റ്റ്വെയർ ചെയ്തു തരാം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സാറ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഇവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വെളുത്തിരിക്കോ കറുത്തിരിക്കോ എന്ന് പറഞ്ഞിട്ട് അവരാദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോലും ഇനി പോകുന്നേ ഉള്ളൂ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോയിട്ട് ബാലറ്റ് പേപ്പർ പോലും അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ പിന്നെ ഇലക്ഷൻ്റെ A to Z ഇങ്ങനെ പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ആദ്യം ഉണ്ടാക്കി. എന്നിട്ട് അത് അവിടെ ഇലക്ഷൻ കമ്മീഷനിൽ മൊത്തം പ്രസൻറ്റ് ചെയ്തു. അവിടെയുള്ള ഓഫീസേഴ്സും കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിയും പിന്നെ അഡീഷണൽ സെക്രട്ടറിമാരും ഒക്കെയുള്ള മൊത്തത്തിലുള്ള ഒരു ടീമിൻ്റെ മുമ്പേ പിന്നെ അവിടെ ഒരു എക്സ്പെർട്ട് പാനലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ. ആ എക്സ്പെർട്ട് പാനലിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. ആ പാനൽ ഇത് നല്ലൊരു സംഭവമാണ്, ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് അതിൻ്റെ ടോട്ടൽ പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് പോയത്. എല്ലാ മാസ്റ്റർ ട്രെയിനേഴ്സിനും കുറേ ക്ലാസ് എടുത്തുകൊണ്ട് സാറിന് ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെയാണ് നടക്കണമെന്ന് അറിയാമായിരുന്നു. മാക്സിമം എങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പം അതായത് നമ്മളിപ്പം നമ്മുടെ ഒരു ഐഡിയയിൽ പറഞ്ഞാൽ ചെയ്താലും സാറിനിപ്പോൾ അത് യൂസർ ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നിയാൽ സാർ പറഞ്ഞാൽ അത് ഫുള്ള് മാറ്റാൻ പറഞ്ഞിട്ട് മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ അകത്ത് യൂസേഴ്സായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുണ്ട്, എല്ലാ ജില്ലാ കളക്ടർമാരും യൂസേഴ്സായിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ കീഴിൽ ഫസ്റ്റ് ലെവൽ ചെക്കിങ്ങിന് ഓഫീസേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യും. ആ FLC ചാർജ് ഓഫീസേഴ്സ് യൂസറാണ്. പിന്നെ ഓരോ വെയർഹൗസിനും വെയർഹൗസ് മാനേജർ ഉണ്ടാവും. ആ വെയർഹൗസ് മാനേജർ ഇതിൻ്റെ അകത്ത് യൂസറാണ്. എല്ലാ ബ്ലോക്ക് ഓഫീസേഴ്സിനും ഇത് ഉപയോഗിക്കാൻ പറ്റും, എല്ലാ റിട്ടേണിംഗ് ഓഫീസേഴ്സിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് യൂസേഴ്സ് ആയിരക്കണക്കിന് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ പോയി എല്ലാവരിൽ നിന്നും ഡേറ്റ അതാത് സമയങ്ങളിൽ ഇതിനകത്ത് എൻ്റർ ചെയ്യിച്ചിട്ട് ഇത് ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇലക്ഷന് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് മെഷീൻ ഡിപ്ലോയ് ചെയ്താൽ എത്ര മെഷീൻ പോളിംഗ് സ്റ്റേഷനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഏത് മെഷീൻ ഏത് പോളിംഗ് സ്റ്റേഷനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഏത് പോളിംഗ് ഡേയിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേടായാൽ അതിന് പകരം റീപ്ലേസ് ചെയ്യുമ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പോളിംഗ് സ്റ്റേഷനിൽ ഒന്നിലധികം മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്പർ ഉണ്ടായാൽ അത് ഏത് ജില്ലയിൽ ഏത് വെയർ ഹൗസിൽ ഏത് ബോക്സിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് മെഷീൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പബ്ലിക്കിന് ആക്സസ് ഇല്ല, കാരണം ഇതൊരു ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് പബ്ലിക്കിന് ആക്സസ് ഇല്ല. പക്ഷേ ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം അവരുടെ കസ്റ്റഡിയിലുള്ള സാധനം. ഇപ്പോൾ ജില്ലാ കളക്ടർ താഴെയുള്ള മെഷീൻ അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും പോളിംഗ് സ്റ്റേഷനിൽ പോയാൽ പോലും കളക്ടർക്ക് അറിയാം അതിൻ്റെ പോളിംഗ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. മാനിപ്പുലേഷൻ ഹാക്കിംഗ് ഒന്നും ഇറ്റ്സ് ഇമ്പോസിബിൾ, ക്വൈറ്റ് ഇമ്പോസിബിൾ. അത് അത്രയും സെക്യൂരിറ്റി എൻഷുർ ചെയ്തിട്ടാണ് ചെയ്താക്കണം. അതുകൊണ്ട് സോഫ്റ്റ്വെയറിൻ്റെ സെക്യൂരിറ്റി സംബന്ധിച്ച് ഒരു കൺസേണും ഇല്ല.